ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ അത് മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെലാസ്മ പോലുള്ളതുണ്ടെങ്കിൽ, അതായത് മെലാസ്മ അറിയില്ലെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ കാണിക്കാം. നമുക്ക് ഹോർമോൺ ചേഞ്ച് വരുമ്പം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് പോലെ വരുന്നത്. നമ്മൾ പിമ്പിള് പൊട്ടിച്ചിട്ട് വരുന്നതല്ല, പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ അത് ഹീലായി കഴിഞ്ഞാൽ ഒരു ചെറിയ മാർക്ക് പോലെ വരും. അതല്ല, ഇത് മെലാസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഗർഭിണികളിലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസിലാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് പിമ്പിൾസ് അല്ല ഒരു മാർക്ക് പോലെ വരുന്നത്. അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മളെ ഒരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മളെ ഒരു ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പുതിയതായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അത് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ ഫേസിൽ വരുന്നത് മാറ്റിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിലും പൊട്ടറ്റോ ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ സ്ലൈസ് ചെയ്തിട്ടൊക്കെ നമ്മളെ സ്കിന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോന്റെ ജ്യൂസിൽ ഒരുപാട് അസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ അസിലിക് ആസിഡ് ആണ് ഇപ്പോൾ മെലാസ്മ പോലുള്ള നമുക്ക് ഈ ഒരു പ്രശ്നത്തിലൊക്കെ നമ്മൾ ഓയിൽമെന്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ഘടകമാണ് ഈ അസിലിക് ആസിഡ്. അത് പൊട്ടറ്റോയിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ അത് സ്ലൈസ് ചെയ്തിട്ടൊക്കെ സ്കിന്നിൽ ഫേസിൽ അവിടെയൊക്കെ വെക്കുമ്പോൾ പിമ്പിൾസിന്റെ ഭാഗത്തൊക്കെ വെക്കുമ്പോൾ അത് ഹീലായി പോകുന്നതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ്. അതുപോലെ ഇതിൽ മറ്റൊന്നാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി നമ്മളെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ നമ്മളെ സ്കിന്നിലെ കൊളാജിന്റെ അളവ് കൂടുതലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വിറ്റാമിൻ സിക്ക് കഴിയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടൊന്ന് ബ്രൈറ്റ് ആവാനും പിന്നെ ഒന്ന് സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു പൊട്ടറ്റോന്റെ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടും കൂടി നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അതുപോലെ പൊട്ടറ്റോയിൽ വരുന്ന മറ്റൊരു ഇതാണ് സിങ്ക്. ഈ സിങ്ക് നമ്മളെ സ്കിന്നിലൊക്കെ വരുന്ന, അതായത് നമ്മളെ ടിഷ്യൂലൊക്കെ വരുന്ന ഡാമേജ് കാര്യങ്ങളൊക്കെ ഹീലാക്കി കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് എപ്പോഴും ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പൊട്ടറ്റോ പാക്ക് കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ മിക്ക വീഡിയോസിൽ നമ്മളെ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ ഞാൻ പറയലുണ്ട്, നല്ലതാണ്, നിങ്ങൾക്ക് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഡെഡ് സ്കിൻസ് ഒക്കെ, അതായത് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പൊടിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഡെഡ് സെൽസ് റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി എടുക്കുക. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ഒരു ചെറുനാരങ്ങ നിങ്ങൾ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ലെമൺ ജ്യൂസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അപ്പോൾ നമുക്ക് സ്കിന്നിന് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പൂണ് ഇതേപോലെ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് ഹണിയാണ്. ഹണി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ പൊട്ടറ്റോ നിങ്ങൾ എന്ത് ചെയ്ത് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യുക. ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് സ്കിന്നിന് മുന്നേ ഹണി ആഡ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഹണി ആഡ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പൊട്ടറ്റോൻ്റെ ജ്യൂസ് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു അരിപ്പൊടി മിക്സ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പൊട്ടറ്റോൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാർക്ക് കൂടുതലായിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾ ഫേസിൽ മൊത്തത്തിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളർ പിഗ്മെന്റേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അവിടെ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ഒരു റബ്ബ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആഴ്ചയിൽ 2 തവണ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 2 തവണ ട്രൈ ചെയ്താൽ മതി. അപ്പം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.